പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരും. ഇത് ഞാൻ 2 ദിവസം മുമ്പ് എടുത്തുവെച്ച വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത കാരണം ആണ് ഇത് ഇടാഞ്ഞത് കേട്ടോ. അങ്ങനെ മക്കളൊക്കെ സ്കൂളിലിട്ട് വന്നതിന് ശേഷം ഞങ്ങൾക്ക് പുറത്തേക്കൊന്ന് പോകാണ്ടായിന്. അപ്പോൾ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിചാരിക്കുന്നുണ്ടാവില്ലേ. അപ്പോൾ നമ്മളെ വലിയ ഇത്താൻ്റെ വീട്ടിൽ പോകാൻ കേട്ടോ. ഇവിടുത്തെ വലിയ ഇത്താൻ്റെ മോള് പ്രഗ്നൻ്റ് ആയിരിക്കണം, ഒക്കെ ബെഡ് റെസ്റ്റൊക്കെയാണ്. അപ്പോൾ അവളെ കാണാൻ ഒരുപാടായിരിക്കണം ഞങ്ങൾ പോകണമെന്ന് വിചാരിച്ചിരിക്കണം. അപ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്തപ്പോഴേ പോകാൻ പറ്റുള്ളൂ. പിന്നെ വണ്ടിമേലാവുമ്പോൾ എനിക്കും കാക്കൂനും ഒറ്റയ്ക്കല്ലേ പറ്റുള്ളൂ. അപ്പം മക്കളെല്ലാവരും കൂട്ടി പോകും വേണം. അങ്ങനെ വിചാരിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പം ഇന്നാണ് അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയത്. അങ്ങനെ ഞാനും ഉമ്മയും കാക്കും കുട്ടികളും എല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോണത്. അങ്ങനെ ഒരു ക്ലാസ്സൊക്കെ കഴിഞ്ഞ് എത്തിയപ്പോൾ 5:30 ആയിട്ടുണ്ടാവും. അങ്ങനെ അവർക്ക് വന്ന് ചായയൊക്കെ കൊടുത്ത് ഒരു 5:45 6 മണിയായപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നെ വണ്ടിയിലായതുകൊണ്ട് എത്ര വൈകിയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ നമ്മുടെ മോനിറ്റിക്ക് വീടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വീട് പണിയും കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതും ഞങ്ങൾ കണ്ടിട്ടുണ്ടായില്ല. കുറച്ച് മുമ്പ് പോയതാണ് കേട്ടോ. അപ്പോൾ 2 നിലയും വാർത്തിട്ടിരിക്കണം, ബാക്കി പണി തീരാണ്ട്. അപ്പോൾ ഞങ്ങൾ അതുമൊക്കെ കാണണം വിചാരിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എല്ലാം കൂടെ ഒന്ന് ഒരുമിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നീണ്ടതാണ് പോക്ക്. അപ്പം നമ്മൾ ഇത്താൻ്റെ വീട് വാണിയമ്പലം കഴിഞ്ഞിട്ട് ഏമങ്ങാട് എന്ന സ്ഥലത്താണ്. അപ്പം മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. അപ്പോൾ ഞങ്ങൾ ശാന്തി എന്ന സ്ഥലത്ത് ഇറങ്ങി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടോ. പിന്നെ ബേക്കറി ഐറ്റംസ് സ്നാക്സും കാര്യം അതൊന്നും വേണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മാത്രം മതി എന്ന് വിളിച്ച് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമാണ് വാങ്ങിയത്. അങ്ങനെ നേരെ പോയത് മോനിറ്റിൻ്റെ വീട് കാണാനാണ്. മോനിറ്റിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും വീഡിയോയിൽ. ഓൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞങ്ങൾ ഇത്ര പണിയായിട്ടൊന്നും കാണാൻ വന്നിട്ടുണ്ടായില്ല. ഞങ്ങൾക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം കാരണം നീണ്ടതാണ്. അപ്പം ഇന്നാണ് ഇപ്പോൾ അതൊക്കെ ഒരുമിച്ചെല്ലാം കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ഈ വീട് കാണലൊക്കെ ഒന്ന്. വീടൊക്കെ കയറി കാണേണ്ടടിയിലാണ് കളിയാക്കിയും ഇത്തിയും വന്നത് കേട്ടോ. അവിടെ ഇതിന് കുറച്ചപ്പുറത്ത് തന്നെയാണ് ഓരോ വീടും. അപ്പോൾ ഓല് വന്ന് ഞങ്ങളിവിടെ എത്തിയത് കുട്ടി കണ്ടിരിക്കണ മോളെ കുട്ടി. അങ്ങനെ ഓരും ഇങ്ങോട്ട് വന്നി എല്ലാവരും കൂടെ കുറച്ച് സമയം ഇവിടെ നിന്ന് വീടൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഇത്താൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെ 2-3 വീട് അപ്പുറമാണ് ഓലെ വീട്. അപ്പം ഞങ്ങൾ നേരെ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. വീട് കാണലെല്ലാം കഴിഞ്ഞില്ല. അപ്പം മോള് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓള് കിടക്കുകയും ഞങ്ങളെ കണ്ടപ്പോൾ നീച്ചിരുന്നതാണ്. പിന്നെ മോളുൻ്റെ കുട്ടിയും സുട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. ഒരു ഭയങ്കര കളിയും കാര്യം. ആകെ കുറച്ച് സമയമാണ് നിന്നത്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഇത്ത ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. അങ്ങനെ വന്ന് ചായയും കടിയൊക്കെ നേരത്തെ ഉമ്മയും ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചായയൊക്കെ എടുത്തേക്കാൻ വേണ്ടിയിട്ട്. ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം സംസാരിച്ചിരുന്നു. ഞങ്ങൾ 8 മണിയൊക്കെ ആയപ്പം തിരിച്ചു. മടങ്ങിയപ്പോൾ ഞങ്ങൾ നേരെ പോയത് നിലമ്പൂരത്തെ ഫർസേക്കാണ്. അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. നല്ല മഴയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് എത്തിയപ്പോൾ. അപ്പോൾ അങ്ങനെ ഫുഡിനൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കുറച്ച് സമയം ഇവിടെയും വെയിറ്റ് ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ എത്തിയപ്പോൾ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും.
അപ്പോൾ ഇതാ നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തത് എനിക്കും മക്കൾക്കും പിരി അൽഫാമും മന്തിയാണ് കേട്ടോ. പിന്നെ കാക്കൂനും ഉമ്മാക്കും നൂൽ പൊറാട്ടയും ബീഫ് കറിയാണോ അതാണ് കഴിച്ചത്. പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഞങ്ങൾ AC ഒക്കെ ഇട്ട് ആസ്വദിച്ചൊന്ന് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.